പ്രൈസ് ദി ലോർഡ്. മിശിഹായിലേറെ സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ഒത്തിരിയേറെ വ്യക്തികൾ ആത്മാവിൽ അഭിഷേകം പ്രാപിക്കാൻ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇന്ന് നമ്മളോട് സംസാരിക്കും. എന്തുകൊണ്ടാണ് ഇന്ന് അനേകം ദൈവമക്കൾക്ക് ഒരു അഭിഷേകം പ്രാപിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അനേകർ ആത്മീയതയിൽ വളരാൻ ആഗ്രഹിച്ചിട്ടും ആ ആത്മീയതയുടെ വളർച്ച ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത്? ഒത്തിരി നാളുകൾ ഒരേ ആത്മീയ അവസ്ഥയിൽ തന്നെ ജീവിതത്തിൽ ഒരു ആത്മീയ വളർച്ചയില്ലാതെ കടന്നു പോകുന്നതിന് പിന്നിലുള്ളൊരു കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു: മനുഷ്യരോട് മത്സരിച്ചോടി നീ തളർന്നെങ്കിൽ കുതിരകളോട് എങ്ങനെ മത്സരിക്കും? മനുഷ്യരോട് മത്സരിച്ചോടി നീ തളർന്നെങ്കിൽ കുതിരകളോട് എങ്ങനെ മത്സരിക്കും? ഇവിടെ ഈ വചനം ഞാൻ ഒറ്റ പ്രാവശ്യം വായിച്ചപ്പോഴേ എന്നെ സ്പർശിച്ചൊരു വചനമാണ്. നമ്മുടെ ഇന്ന് ജീവിതത്തിൻ്റെ ആത്മീയവും അല്ലാത്തതുമായ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു 99% ജീവിത അവസ്ഥകളെ ഭരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: മറ്റുള്ളവർ എന്ത് സംസാരിക്കും, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയും, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഞാനിങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർ എന്നെക്കുറിച്ചൊക്കെ എന്തൊക്കെ പറയും എന്നുള്ള ചിന്തകൾ ഇന്ന് അനേകരെ വേട്ടയാടുന്നുണ്ട്. വചനം പഠിപ്പിക്കുന്നു, മനുഷ്യരോട് മത്സരിച്ചോടി നീ തളർന്നെങ്കിൽ കുതിരകളോട് മത്സരിച്ച് എങ്ങനെ ജയിക്കും? മനുഷ്യരോട് തന്നെ മത്സരിച്ചോടി നമുക്ക് ജയിക്കാൻ ഇന്ന് പറ്റുന്നില്ല. ഒരു ജീവിതത്തിൻ്റെ ആയുസ് മുഴുവനും മനുഷ്യരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ജീവിത വ്യഗ്രതയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ ആയിരിക്കുന്ന കൂട്ടായ്മയെ സന്തോഷിപ്പിക്കാൻ, ഞാൻ ആയിരിക്കുന്ന സമൂഹത്തെ സന്തോഷിപ്പിക്കാൻ, ഞാൻ കടന്നു പോകുന്ന ജീവിത അവസ്ഥകളെ സന്തോഷിപ്പിക്കാൻ, ഞാൻ ആയിരിക്കുന്ന ഇടവക ദേവാലയത്തിലുള്ളവരെ സന്തോഷിപ്പിക്കാൻ, സമൂഹത്തെയും മറ്റുള്ളവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ആയുസ് മുഴുവനും കടന്നു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്നെ തന്നെ അല്ലാത്ത ഒരവസ്ഥയുടെ ഒരു കാപട്യത്തിൻ്റെ മുഖം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുക. ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ളതിനേക്കാൾ അപ്പുറമായി മറ്റുള്ളവർ ഞാൻ ആരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതുപോലത്തെ ഒരു മുഖം മൂടി ധരിച്ച ഒരു മുഖം കാണിക്കാൻ ആഗ്രഹിക്കുക. അതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ പള്ളിയിലൊക്കെ പോയി ഭയങ്കര പ്രാർത്ഥനയാണ്. എന്തുകൊണ്ടാണ്? ഞാൻ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ എന്നാ വിചാരിക്കും? ഭക്തിയില്ലാതെ ഞാൻ പെരുമാറിയ വികാരിച്ചൻ എന്നാ വിചാരിക്കും? എന്നെ കാണുന്നവരെന്നാ വിചാരിക്കും? ഇവിടെ പലപ്പോഴും നമ്മളെ ഇന്ന് വേട്ടയാടുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളുടെയൊക്കെ പിന്നിൽ നിൽക്കുന്ന എന്താണ് പ്രശ്നമെന്നൊന്ന് ആത്മശോധന ചെയ്ത് നോക്കിയേ. അതേതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്നു, മനുഷ്യരോട് മത്സരിച്ചോടി നീ തളർന്നു പോയെങ്കിൽ കുതിരകളോട് ഓടി എങ്ങനെ മത്സരിക്കും? മാനുഷികമായ സംസാരത്തിൻ്റെയും പ്രവൃത്തിയുടെ മുമ്പിൽ നീ ഇന്ന് മനസ്സിടിഞ്ഞു പോയിന്നെങ്കിൽ, ജീവിതം തകർന്നു പോകുന്നവനായി ചിന്തിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എങ്ങനെ കുതിരകളോട് ഓടി മത്സരിക്കും? ഒരു അഭിഷേകം ഉള്ള ജീവിതമായി നിന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? അതാ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. ലൗകികവും ലോകത്തിൻ്റെതും മാനുഷികമായ അവസ്ഥകളിൽ നീ ഉടക്കി കടന്നു പോകുമ്പോൾ എങ്ങനെ അതിനപ്പുറമായി നിൽക്കുന്ന കുതിരകളോട് ഓടി ജയിക്കാനുള്ള ഒരു അഭിഷേകം നീ സ്വന്തമാക്കും? അതാ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അവിടെയാണ് അഭിഷേകമുള്ള തലമുറ രൂപം കൊള്ളുന്നത്. ലോകം നമ്മളെ പുറകോട്ട് വലിക്കുമ്പോൾ, ലോകത്തിൻ്റെ മുന്നിൽ കാപട്യത്തിന് മുഖം ധരിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അതിനപ്പുറമായി നിൽക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ കരമുള്ളവരായി നമ്മൾ മാറണം. ഞാൻ ഓർക്കുക, കാരിസ് ഭവനിൽ എല്ലാ ആഴ്ചകളിലും ശനിയാഴ്ച ശുശ്രൂഷയ്ക്ക് വന്നുകൊണ്ടിരുന്നൊരു സഹോദരി കുറേ നാളുകളായിട്ട് കാണാതെയായി. അപ്പം നമ്മളതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നൊന്നുമില്ല. പക്ഷേ കാരിസ് ഭവനിൽ വന്ന ശുശ്രൂഷയ്ക്ക് നേരിട്ട് ഫ്രണ്ടിൽ നിന്നുകൊണ്ടിരുന്ന സഹോദരിയാണ്. നമ്മൾ വിചാരിച്ചു വല്ല രോഗം വന്നിട്ടോ എന്തോ അസ്വസ്ഥകൾ വന്നിട്ടോ അങ്ങനെ വരാൻ പറ്റാതെ പോയതായിരിക്കും, അല്ലെങ്കിൽ മുടങ്ങാതെ വന്നുകൊണ്ടിരുന്നതാണ്, കയ്യൂപ്പ് പ്രാർത്ഥന സ്വീകരിക്കാനൊക്കെ വരുന്നതാണ്. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ഈ സഹോദരിയെ കാരിസ് ഭവൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ കണ്ടു. അപ്പം നിത്യാരാധനയിൽ എന്തോ കയറി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയം.
ഞാൻ ഈ സഹോദരൻ ചുമ്മാ ചോദിച്ചു, ഇപ്പം കാരിസ്മയിലേക്കൊന്നും കാണാറില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും വന്ന് രാവിലെ മുതൽ വൈകുന്നേരം ഈ ശുശ്രൂഷ തീരുന്നവരെ ഒന്ന് പ്രാർത്ഥിക്കുകയും ശുശ്രൂഷ പങ്കിടുകയും ഇപ്പം എന്താ വരാത്തെ, എന്തെങ്കിലും അസുഖമായിട്ട് കിടക്കുമായിരുന്നോ? ഇപ്പം ഈ സഹോദരി പറഞ്ഞൊരു കാര്യമോ, എൻ്റെ അച്ഛോ എനിക്ക് കാരിസ്മോനിൽ വന്നതെന്നും ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചു പിന്നെ എന്നാ പറ്റിയേ? അതെ, ഒരു പ്രാവശ്യം ഞാനിതുപോലെ ഉടുത്തൊരുങ്ങി കാരിസ്മയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി രാവിലെ ഹസ്ബൻഡിന് ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡ് കട്ടിലേക്ക് കിടന്നൊരു ചോദ്യം, എടി എല്ലാ ശനിയാഴ്ച നീ കാരിസ്മയിൽ പോയിട്ട് എന്നതാ കൊണ്ടുവന്നേ? ഇത് കേട്ട് ഞാനൊന്നും തിരിച്ചു പറഞ്ഞില്ല. ഒന്നും തിരിച്ചു പറയാതിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് അതൊന്നും മിണ്ടാതെ തിരിച്ച് ഈ കാരിസ്മയിലെ ശുശ്രൂഷ തിരിച്ച് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ കെട്ടിയൻ അവിടെയുണ്ട്. രാവിലെ ചോദിച്ചതിൻ്റെ കൂടെ വെച്ച് മറ്റൊരു ഡയലോഗും കൂടിയും ഈ ചേട്ടൻ അങ്ങോട്ട് പറഞ്ഞു. ചേട്ടൻ എന്നാ പറഞ്ഞതെന്നറിയാവോ? അതെ, എടി കാരിസ്മയിൽ ഉടുത്തൊരുങ്ങി ഏതച്ഛനെ കാണാനാടി നീ പോകുന്നേ? ഇതും കൂടി കേട്ടതോടുകൂടി ഈ സഹോദരി കാരിസ്മയിൽ ശനിയാഴ്ച ശുശ്രൂഷയ്ക്ക് വരില്ല അങ്ങോട്ട് നിർത്തി. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഹസ്ബൻഡ് പറഞ്ഞ ഒരു വാക്കിൻ്റെ പുറത്ത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ദൈവവചനത്തോടുള്ള ശ്രവണത്തോട് പോലും ഈ സഹോദരിക്ക് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു. ദൈവമായിട്ടുള്ള ആത്മീയ ജീവിതത്തെ പോലും തകർന്നു പോയതിൻ്റെ പിന്നിൽ നിൽക്കുന്ന കാരണം എന്താണെന്ന് നോക്കിയേ. ജീവിത പങ്കാളി പറഞ്ഞ ഒരു വാക്ക്, ഒരു സംസാരം, മനസ്സിനെ മുറിപ്പെടുത്തുന്ന, മാനസികമായി തകർക്കുന്ന ഒരു വാക്കിൻ്റെ പിന്നിൽ ഈ മകൾ തകർന്നു പോയിട്ട് ഇനി ഞാൻ കാരിസ്മയിൽ പോകുന്നില്ല, ശുശ്രൂഷയ്ക്ക് പോകുന്നില്ല, അപ്പോൾ പ്രശ്നം തീർന്നില്ല എന്നും പറഞ്ഞ് വീട്ടിലിരിക്കുക. മനുഷ്യരോട് മത്സരിച്ചോടി നീ തളർന്നെങ്കിൽ കുതിരകളോട് മത്സരിച്ച് എങ്ങനെ ജയിക്കും? പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും കുടുംബജീവിതത്തിൽ തകരുന്നതിന് പിന്നിലുള്ള കാരണം ബന്ധങ്ങൾ തകർന്നു പോയിട്ടിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. കാരണം പറയുന്നതന്നെ, അവൻ എന്നെ വിളിക്കേണ്ടതുപോലെ കല്യാണമെന്ന് വിളിച്ചില്ല, എന്നോട് പറയേണ്ടതുപോലെ പറഞ്ഞില്ല, എന്നോട് സംസാരിക്കേണ്ടതുപോലെയല്ല സംസാരിച്ച്, എന്നോട് ചെയ്യേണ്ടതുപോലെയല്ല അവൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് മാനുഷികമായ പല കാരണങ്ങൾ കാരണം ഇന്ന് ആത്മീയമായി തകർന്നു പോയ അനേകരില്ലേ? ഇവരൊക്കെ പിന്നെ എങ്ങനെ കുതിരകളോട് ഓടി മത്സരിക്കും? എങ്ങനെ ഒരു അഭിഷേകമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ പറ്റും? ലൗകിക ലോകത്തിൻ്റെയും അവസ്ഥയിൽ തന്നെ തകർന്നുപോയി, അവിടെ തന്നെ വളരാൻ പറ്റുന്നില്ല, ആ അവസ്ഥകളെ ഭേദിച്ച് മുന്നോട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇതിലൂടെയൊക്കെ മാനുഷികമായ സംവിധാനങ്ങളിലൂടെയൊക്കെ പ്രവർത്തിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളും എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ബലത്തെ ക്ഷയിപ്പിക്കുവാനുള്ള സാത്താൻ്റെ വഞ്ചനകളെ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ആ അവസ്ഥകളിൽ തന്നെ കുടുങ്ങി കുതിരകളോട് ഓടി ജയിക്കാനുള്ള കരുത്ത് ഇന്ന് അനേകർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അഭിഷേകം കിട്ടുന്നില്ല. അഭിഷേകം പ്രാപിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെ നോക്കി ജീവിതം നയിക്കണം, സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കണം, സ്വർഗത്തിൻ്റെ സ്വരത്തിന് മാത്രം ജീവിതത്തെ വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് മാത്രം ജീവിതത്തെ അടിയറ വയ്ക്കുമ്പോൾ മറ്റുള്ളവരെ എന്ത് പറഞ്ഞാലും, അവൾ എന്ത് ചെയ്താലും, അവരെങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാലും എൻ്റെ ആത്മീയ ജീവിതം ഇതുകൊണ്ടൊന്നും തകർന്നു പോകാൻ ഞാൻ അനുവദിക്കില്ല. അവിടെ നിന്നും കരുത്തെടുത്ത് കുതിരകളോട് ഓടി ജയിക്കാൻ ഞാൻ തീരുമാനമെടുക്കും. അതാണ് അഭിഷേകമുള്ള ജീവിതം, അതാണ് അഭിഷേകത്തിൻ്റെ കരം. അതല്ലാതെ ലോകത്തിൻ്റെതായ കാര്യങ്ങളും പറഞ്ഞ്, ലോകത്തിൻ്റെ അവസ്ഥകൾ പറഞ്ഞ്, എൻ്റെ അച്ഛോ എൻ്റെ കൂട്ടുകെട്ടിങ്ങനെ ആയതുകൊണ്ട്, എൻ്റെ അളിയൻ എന്നോട് സ്നേഹമുള്ളത് കൊണ്ട്, അവൻ എന്നെ ഇതുപോലെ മദ്യപിക്കാൻ വിളിക്കുന്നത് കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും കുടിച്ചു പോകുന്നു, ഞാൻ പഠിക്കുന്ന കോളേജിൽ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട്, അവിടെ പഠിക്കുന്ന എൻ്റെ കൂട്ടുകാരിങ്ങനെ ആയതുകൊണ്ട് ഞാൻ പാപം ചെയ്തു പോകുന്നു എന്നൊന്നും പറയുന്നതിൽ പ്രിയപ്പെട്ടവരെ ന്യായീകരണമില്ല. മനുഷ്യരോട് മത്സരിച്ചോടി നീ തളർന്നുകൊണ്ടിരിക്കുക, പിന്നെ എങ്ങനെ കുതിരകളോട് ഓടി നീ ജയിക്കും? അവിടെയാണ് അഭിഷേകം കിടക്കുന്നത്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 31-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ദൈവവചനം വളരെ ശക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ ആരുണ്ട്? തിന്മ പ്രവർത്തിക്കുവാൻ സകല സാധ്യതകളുണ്ടായിട്ടും അത് ചെയ്യാത്തവരും ആരുണ്ട്? പാപം ചെയ്യാനായിട്ട് ചുറ്റുപാടും കഴിവുകളുണ്ട്, സാധ്യതകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. എന്നിട്ടും അത് ചെയ്യാതിരിക്കുമ്പോഴാണ് നിനക്ക് അഭിഷേകമുണ്ടെന്ന് പറയുന്നത്.
തിന്മ പ്രവർത്തിക്കാൻ, ക്ഷമിക്കാതിരിക്കാൻ, സ്നേഹിക്കാതിരിക്കാൻ, വിട്ടുകൊടുക്കാതിരിക്കാൻ, എളിമപ്പെടാതിരിക്കാൻ 100 കൂട്ടം കാരണങ്ങളുള്ളപ്പോഴും നീ കർത്താവിൻ്റെ സ്വരത്തിന് കീഴ്വഴങ്ങി എളിമപ്പെടാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും തീരുമാനമെടുക്കുമ്പോൾ നിനക്ക് അഭിഷേകമുണ്ട്. അവിടെയാണ് നിന്റെ ജീവിതം അഭിഷേകത്തിൻ്റെ ജീവിതമായി മാറുന്നത്. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്നു. ജെറമിയ 12:5 അടുത്ത സെന്റൻസ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: സുരക്ഷിത സ്ഥാനത്ത് എൻ്റെയും നിങ്ങളുടെയും കാലിടറുന്നുവെങ്കിൽ ജോർദാൻ വനങ്ങളിൽ നാം എന്തു ചെയ്യും? ശരിയല്ലേ? സുരക്ഷിത സ്ഥാനത്ത് നമ്മുടെ കാലിടറുന്നുവെങ്കിൽ ജോർദാൻ വനങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഇന്ന് ഇത്രമാത്രം ആത്മീയതയുടെ സുരക്ഷിതത്വവും ചട്ടക്കൂട്ടും വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും കൺവെൻഷന് പോകാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ സാഹചര്യങ്ങളും സാധ്യതകൾ ഉണ്ടായിട്ടും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാനും ആഴ്ചയിൽ കുമ്പസാരിക്കാനൊക്കെ ചാൻസ് ഉണ്ടായിട്ടും ഇത്രമാത്രം സുരക്ഷിതമായ ഒരാത്മീയതയുടെ ചട്ടക്കൂട്ടുണ്ടായിട്ടും ഞാനും നിങ്ങളും തോറ്റുപോകുന്നെങ്കിൽ വചനം ചോദിക്കുന്നു, ജോർദാൻ വനങ്ങളിൽ നിൽക്കുമ്പോൾ എന്തു ചെയ്യും? ഒരു സുരക്ഷിതത്വമില്ലാത്ത വനത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും എന്തു ചെയ്യും? ഇത്രമാത്രം സുരക്ഷിതത്വമുണ്ടായിട്ടും ആത്മീയതയുടെ സുരക്ഷിതത്വത്തിൻ്റെ നടുവിൽ ജീവിച്ചിട്ടും നമ്മൾ തളർന്നു പോകുന്നെങ്കിൽ, തകർന്നു പോകുന്നെങ്കിൽ, ജീവിതത്തിൻ്റെ വിശുദ്ധി ചോർന്നു പോകുന്നെങ്കിൽ, ആത്മീയമായ ബലം തകർന്നു പോകുന്നെങ്കിൽ, ക്ഷയിച്ചു പോകുന്നെങ്കിൽ വചനം ചോദിക്കുന്നു, ജോർദാൻ വനങ്ങളിൽ നാം എന്തു ചെയ്യും? ഒത്തിരി ജീവിതങ്ങൾ പ്രിയപ്പെട്ടവരെ ഇതുപോലെ സുരക്ഷിതമായ അവസ്ഥയുടെ നടുവിലും ജീവിതം വീണു പോകുന്ന കണ്ടിട്ടില്ലേ? എത്ര കുടുംബങ്ങൾ തകരുന്നു, എത്രയോ യുവജനങ്ങൾ ഇന്ന് പാപത്തിൽ കഴിയുന്നു, എത്രയോ നമ്മുടെ കുഞ്ഞു മക്കൾ ഇന്ന് ജീവിതത്തിൽ പാപ വഴികളിലേക്ക് എത്തി നിൽക്കുന്നു. ഇത്രമാത്രം ആത്മീയതയും സൺഡേ സ്കൂളും കാറ്റഗീസവും ധ്യാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഞാൻ ഓർക്കുക, ഒരു സഹോദരി അവൾ ഗ്യാരിസ് ഭവനിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത് അവളുടെ അമ്മ നിർബന്ധിച്ചിട്ടാണ് ഒരു ദിവസം കൊണ്ടുവന്നേ. വന്നു പറഞ്ഞു, അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛോ ഈ ഇടയായിട്ട് കുറച്ച് നാളുകളായിട്ട് ഇവിടെ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം, പള്ളിയിൽ പോകുന്നില്ല, പഴയ പോലെ പള്ളിയിൽ പോകുന്നുള്ളൂ, KCYM-ലോ CLC-ലോ അങ്ങനെ എന്തോ ഒരു സ്ഥാനമൊക്കെ അലങ്കരിച്ചുകൊണ്ടിരുന്നുള്ള അവളിപ്പോൾ പള്ളിയിൽ പോലും പോകുന്നില്ല, കൂട്ടായ്മയ്ക്ക് പോകുന്നില്ല, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പല സമയത്തും ഇല്ല, ഭക്ഷണത്തോട് താല്പര്യമില്ല, എപ്പോഴും ഭയങ്കര പിടിവാശി, ദേഷ്യം, എന്ത് പറഞ്ഞാൽ അതിന് എതിർത്ത് സംസാരിക്കുക. ഇതൊക്കെ കാരണമായപ്പോഴാണ് ഈ അമ്മ ഈ മകളെയും കൂട്ടി ഗ്യാരിസ് ഭവനിൽ വരുന്നത്. സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ ഇവളൊരു നേഴ്സാണ്, ഇവള് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവളൊക്കെയാണ്. ഇവിടെ ICUയിൽ അവിടെ 7 or 8 ബെഡ് അങ്ങോട്ട് ICUയിലുള്ളൂ. ഒരു രാത്രിയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ സഹോദരി അവിടെയുണ്ട്, ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഇവരെ നോക്കാനായിട്ട് ഒരു ഡോക്ടറുണ്ട്, ഈ സഹോദരിയുണ്ട്. എന്തിനേറെ പറയുന്നു, രാത്രിയിൽ പിശാച് ഈ ഡോക്ടറിലൂടെ ഇവളെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഇവള് നോക്കിക്കഴിഞ്ഞപ്പോൾ ഡോക്ടറാണ്, എൻ്റെ സെയിം ഫീൽഡ്, പിന്നീട് വിവാഹം കഴിച്ചാലും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ സമയത്ത് അവൾ അങ്ങോട്ട് വഴങ്ങിക്കൊടുത്തു, പാപം ചെയ്തു, ശരീരത്തിൻ്റെ വിശുദ്ധി അപ്പാടെ നഷ്ടപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഏതാനും 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ സഹോദരി ഇവളുടെ കൂട്ടുകാരിയിൽ നിന്ന് അറിയുന്നത് ഈ പറഞ്ഞ ഡോക്ടർ വിവാഹം കഴിഞ്ഞ് ജീവിത പങ്കാളി പ്രഗ്നൻ്റ് ആണെന്ന്. ഇതറിഞ്ഞതോടുകൂടി ഇവളുടെ മാനസിക ലെവൽ അങ്ങോട്ട് തെറ്റി. വഞ്ചിക്കപ്പെട്ടല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു, എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു ചിന്ത വന്നിട്ട് ഇവള് പിന്നെ അതുകൊണ്ടാണ് വീട്ടിൽ ഇതുപോലത്തെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. വീട്ടുകാർക്ക് അത് മനസ്സിലായില്ല, വീട്ടുകാർക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുന്നു. ഞാനിപ്പോൾ മകളുടെ അടുത്ത് പറഞ്ഞു, മകളെ, മോളുടെ ബലഹീനത എന്താണെന്ന് മോൾക്കിപ്പോൾ മനസ്സിലായി. ജഡത്തിൻ്റെ മേൽ ബലഹീനതയുണ്ട്, അതുകൊണ്ട് വീണ്ടും പാപം ചെയ്യാൻ പിശാച് ഇതുപോലെ മകൾക്ക് മുമ്പിൽ കെണിയൊരുക്കും, അതിനു മുമ്പിൽ വീണു പോകും. അതുകൊണ്ട് പറ്റുമെങ്കിൽ വന്നൊരു ധ്യാനം കൂടുക, എന്നിട്ട് തിരിച്ചു പോവുക, അല്ലെങ്കിൽ ഈ ജോലി വേണ്ടെന്ന് വെക്കുക, അതല്ലാതെ വേറെ പോകാൻ വഴിയില്ല. കാരണം ഈ പാപത്തെ തോൽപ്പിക്കാനുള്ള ആത്മീയ ബലമില്ലെങ്കിൽ ആ പാപ സാഹചര്യത്തെ ഉപേക്ഷിക്കുക, അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛൻ ഇപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അല്പം ബലമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊക്കെ മകൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ, അതൊക്കെ ശരിയാണ്, പക്ഷേ വചനം കേട്ട് 3 ദിവസം കർത്താവിന് മുമ്പിൽ വചനം കേട്ട് ആ മേഖല ഒരു വിടുതലെടുത്ത് മുന്നോട്ട് പോകുവാണെങ്കിൽ നിനക്ക് ആ പാപ സാഹചര്യത്തെ അതിജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ വീണ്ടും നിൻ്റെ ബലഹീനത എന്താണെന്ന് സാത്താൻ അറിയാവുന്നുണ്ട്, ആ ബലഹീനത തന്നെ പിശാച് അടിക്കും, നീ വീണ്ടും വീണു പോകാൻ സാധ്യതയുണ്ട്.
നല്ലത് ജോലി ഉപേക്ഷിക്കുന്ന. അപ്പോൾ പറഞ്ഞു, അച്ഛോ എനിക്ക് ജോലി ഉപേക്ഷിക്കാൻ പറ്റില്ല, ഞാൻ ജോലി കയറിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ, 12,000 രൂപ ശമ്പളമുണ്ട്, ഇതുകൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പോകുന്നതും, ഞാനെടുത്ത് ലോണൊക്കെ വീട്ടിൽ കൊണ്ടിരിക്കുക, അതുകൊണ്ട് പെട്ടെന്ന് ജോലി നിർത്തുന്ന കാര്യം എനിക്ക് അച്ഛൻ ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എന്നാൽ മോളെ ഒരു ധ്യാനം കൂട്, അല്ലാതെ വന്ന് ചെറിയൊരു പ്രാർത്ഥന നടത്തി സ്വീകരിച്ച് പോയത് കൊണ്ടൊന്നും ഈ മേഖലയിൽ പരിപൂർണ്ണ വിടുതൽ കിട്ടില്ല. ഇല്ല ചുപ്പന് കുഴപ്പമില്ല, എനിക്ക് കോൺഫിഡൻ്റാണ്, ഞാൻ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഇവള് പോയി. ഇവിടെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഈ മകള് തന്നെ എന്നെ ഫോൺ വിളിച്ചിരിക്കുക. നിങ്ങൾ സംസാരിച്ച് ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നെ ചോദിച്ചു, അച്ഛൻ ഓർക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ചോദിച്ചു, ഇപ്പം എന്നാ വിളിച്ച്? അച്ഛാ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ? അപ്പോൾ അവൾ ചോദിച്ചു, ഈ അടുത്ത് വല്ലതും ധ്യാനമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ നാളത്തെ കഴിഞ്ഞ് ഞായറാഴ്ച ആന്തരിക സൗഖ്യ ധ്യാനം തുടങ്ങുന്നുണ്ട്, അച്ഛൻ അന്ന് എൻ്റെ പേര് കൂടി ധ്യാനത്തിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യണം, അപ്പോൾ അച്ഛനെ എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ധ്യാനത്തിന് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോണിലൂടെ സംസാരിക്കേണ്ട, ഞാൻ അല്പം തിരക്കിലാണ്, വരുമ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. ധ്യാന ദിവസം വന്ന് രജിസ്റ്റർ ചെയ്തപ്പോൾ ഈ മകൾ എന്നെ കണ്ടിട്ട് പറഞ്ഞു, അച്ഛോ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ധ്യാനത്തിലേക്ക് 2 ദിവസം ഇരിക്കുക, ധ്യാന ദിവസങ്ങളിൽ ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും കാണുന്ന അഭിഷേക പ്രാർത്ഥന വിടുതൽ പ്രാർത്ഥനയൊക്കെ ഉള്ളതാണ്, അപ്പോൾ സംസാരിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സഹോദരി വന്നപ്പോൾ ഈ സഹോദരി പറഞ്ഞൊരു കാര്യം, അച്ഛോ ഞാൻ ഈ ധ്യാനം കൂടാൻ വരുന്നതിന് പിന്നിലുള്ള കാരണം അച്ഛൻ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ ഒന്നില്ലെങ്കിൽ ഒരു ധ്യാനം കൂടി പോവുക, അല്ലെങ്കിൽ ആ ജോലി ഉപേക്ഷിക്കുക. ഇത് രണ്ടും എനിക്ക് പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചു ചെന്നു, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ബലഹീനതയിൽ പിശാച് കെണിയൊരുക്കി, വീണ്ടും ഇതുപോലത്തെ തന്നെ സിറ്റുവേഷൻ എനിക്ക് വേണ്ടി പിശാച് ഒരുക്കി. ആ ഡോക്ടറും ഞാനും മാത്രമാകുന്ന ഒരു സമയത്ത് വീണ്ടും ഈ ഡോക്ടർ എന്നെ പഴയ പാപത്തിലേക്ക് പ്രേരിപ്പിച്ചു. എനിക്ക് ആ സമയത്ത് എന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല, ഞാൻ വീണ്ടും അതേ പാപത്തിലേക്ക് തന്നെ വീണുപോയി. കണ്ണുനീരോടുകൂടി ഈ സഹോദരി പറയുന്നത്. ഞാൻ ആ സഹോദരി പറഞ്ഞു, മോളുടെ ബലഹീനത എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ? അവൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ സഹോദരി പറയുന്നു, അച്ഛോ അതെ, ഞാൻ ഇത്രയും പള്ളി, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ഞാൻ CLCയിലെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ഒക്കെ ആയിട്ടൊക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന മകള, ഇതുപോലെ ആത്മീയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അച്ഛോ ഞാൻ വീണുപോയേ? എന്തുകൊണ്ട് അച്ഛോ എനിക്ക് വീണ്ടും അതുപോലത്തെ അവസ്ഥയിലേക്ക് തന്നെ വന്നേ? ഇവിടെ വചനം ചോദിക്കുന്നു, സുരക്ഷിത സ്ഥാനത്ത് എൻ്റെയും നിങ്ങളുടെയും കാലിടറുന്നുവെങ്കിൽ ജോർദാൻ വനങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? നോക്കിക്കേ, ഇത്രമാത്രം ആത്മീയതയുടെ ചട്ടക്കൂട്ടുണ്ടായിട്ടും ഈ മകളുടെ ജീവിതത്തിൽ ഈ മകൾ പരാജയപ്പെട്ടില്ലേ? ഈ മകൾ തകർന്നു പോയില്ലേ? അതുകൊണ്ടാണ് വചനം പറയുന്നത്, അഭിഷേകത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ഓരോ നിമിഷവും നമ്മൾ വ്യാപരിക്കുന്നെങ്കിൽ സാത്താൻ്റെ വഞ്ചനയുടെ മുമ്പിൽ നമ്മൾ വീണുപോകും. സുരക്ഷിത സ്ഥാനത്ത് നമ്മുടെയൊക്കെ കാലിടറുന്നുവെങ്കിൽ ഒരു സുരക്ഷിതത്വമില്ലാത്ത ജോർദാൻ്റെ വനങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മളൊക്കെ എന്നാ ചെയ്യും? കുറേ കുട്ടികൾ നമ്മുടെ വീട്ടിൽ നിന്ന് ബാംഗ്ലൂരും ഡൽഹിയിലും ചെന്നൈയിലൊക്കെ പഠിക്കാൻ വിടുന്നുണ്ടല്ലോ, ഹോസ്റ്റലിൽ നിൽക്കുന്ന അവിടെയൊക്കെ അവസ്ഥയൊന്നും അറിയുന്നല്ല. പള്ളിയിൽ പോക്കില്ല, പ്രാർത്ഥനയില്ല, ആത്മീയതയില്ല, സന്ധ്യാപ്രാർത്ഥനയില്ല, ഇതൊന്നുമില്ലാതെ കടന്നു പോകുമ്പോൾ എത്രമാത്രം പാപത്തിലേക്കും അശുദ്ധിയിലേക്കും അഭിഷേകം നഷ്ടപ്പെട്ട ഒരു ജീവിതത്തിലേക്കൊക്കെ നമ്മുടെ മക്കൾ കടന്നു പോകാമെന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ മക്കൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, മറ്റെവിടെയെങ്കിലും പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കാരണം അതുപോലെ പാപത്തിൻ്റെ സാഹചര്യങ്ങളും പാപത്തിൻ്റെ ചായ്വുകളും ഇന്ന് ഈ ലോകത്തിൽ ചുറ്റുപാടും വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ മക്കൾ സുരക്ഷിത സ്ഥാനത്ത് കാലിടറുമ്പോൾ ജോർദാൻ വനങ്ങളിൽ നിൽക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോകും. ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമ്പോഴാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അഭിഷേകമുള്ളവരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ജെറമിയ 12:5 ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, സുരക്ഷിത സ്ഥാനത്ത് എൻ്റെയും നിങ്ങളുടെയും കാലിടറുന്നുവെങ്കിൽ ജോർദാൻ വനങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ആരാധന നിമിഷങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ അഭിഷേകം ചോർന്നു പോയ മേഖലകളുണ്ട്, നഷ്ടപ്പെടുത്തിയ മേഖലകളുണ്ട്, അതൊക്കെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുക. മാനുഷികമായ സംവിധാനങ്ങളോടും വ്യക്തികളോടും അവസ്ഥകളോടും സാഹചര്യങ്ങളോടും മല്ലിട്ട് നമ്മളിന്ന് തകർന്നു പോകുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു അഭിഷേകം പ്രാപിച്ചവരെ പോലെ, കുതിരകളോട് ജയിക്കുന്നവരെ പോലെ എങ്ങനെ മുന്നോട്ട് പോകും? ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ ആരാധനയുടെ സമയത്ത് ദീപികാവുന്ന നാഥൻ്റെ സന്നിധിയിൽ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.